കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഏറ്റവും ശക്തിയുള്ള ജില്ലകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എറണാകുളം ജില്ലയാണ്. അവിടെ 14 സീറ്റുകൾ ഉള്ളതിലും 13ലും കോൺഗ്രസ് വിജയിക്കുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് UDF അവിടെ നിലനിൽക്കുന്നത്. അവിടെ കളമശ്ശേരി മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. 2011 മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട മണ്ഡലമാണ് കളമശ്ശേരി. 2001 മുതൽ 2011 വരെ മട്ടാഞ്ചേരി MLA ആയ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് മുൻ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞാണ് കളമശ്ശേരിയിൽ നിന്നും കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ചത്. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ മത്സര രംഗത്തേക്ക് ഇറക്കി കോൺഗ്രസ്. എന്നാൽ ഇന്നത്തെ വ്യവസായ മന്ത്രിയായ അന്ന് CPIM ജില്ലാ സെക്രട്ടറിയായ P രാജീവിനോട് പരാജയപ്പെടുകയാണ്. 2016 വലിയ ഇടത്ത് തരംഗത്തിനിടയിലും 2011 അപേക്ഷിച്ച് VK ഇബ്രാഹിം കുഞ്ഞ് 5000-ഓളം വോട്ടുകൾക്ക് വർധനവിൽ 10,000 വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ച് കയറിയത്. എന്നാൽ 2021 ആയപ്പോൾ ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു അവിടെ. ആ പരാജയത്തിന് കൃത്യമായ ഒരു കാരണം UDF വിലയിരുത്തുന്നുമുണ്ട്. 2016 മുതൽ 2021 കാലഘട്ടത്തിൽ പാലാരിവട്ടം പാലത്തിൻ്റെ ബലക്ഷയത്തെ ചൊല്ലി ഉയർന്നു വന്ന ആരോപണങ്ങൾ ആ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. പാലത്തിൻ്റെ നിർമ്മാണ സമയത്ത് പൊതുമരാമത്ത് മന്ത്രിയായ VK ഇബ്രാഹിമിനെതിരെ CPM-ഉം LDF സർക്കാരും ഉയർത്തിക്കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച ആരോപണങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ അലയടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് UDF-നെ അവിടെ ബാധിക്കുകയും ചെയ്തു. ഈ ഒറ്റ പരാജയം മാറ്റി നിർത്തിയാൽ പൊതുവിൽ തികച്ചും UDF അനുകൂല മണ്ഡലം തന്നെയാണ് കളമശ്ശേരിയും എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF ഈ മണ്ഡലത്തെ ഉന്നം വെച്ച് ശക്തനായ P രാജീവിനെ തന്നെ സ്ഥാനാർത്ഥിയായി രംഗത്ത് ഇറക്കും. എന്നാൽ കോൺഗ്രസ് തങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്താൻ എറണാകുളത്ത് ഏറ്റവും സ്വീകാര്യനായ ശക്തനായ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ രംഗത്തിറക്കാനാണ് തീരുമാനം. കേരളത്തെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റുമാരിൽ ഒരാളായി UDF-ഉം KPCC-യും അഖിലേന്ത്യാ ദേശീയ നേതൃത്വവും വിലയിരുത്തിയ മുഹമ്മദ് ഷിയാസിലേക്ക് എത്തുമ്പോൾ അത് ഏറ്റവും അനുയോജ്യമായ UDF തീരുമാനം എന്ന് തന്നെ വേണം കരുതാൻ. കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിലും എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ് എന്നത് വെറും ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് അല്ല. പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച ശക്തനായ നേതാവാണ് അദ്ദേഹം. എറണാകുളം DCC പ്രസിഡന്റ് ആയതിനു ശേഷം ഷിയാസിൻ്റെ ഒരു പോരാട്ടം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയ്ക്ക് ഉടലെടുക്കുകയുണ്ടായി. പല ജനകീയ വിഷയങ്ങളിലും അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകൾ എടുത്തു പറയേണ്ടവ തന്നെയാണ്. കോതമംഗലത്തെ വന്യജീവി ആക്രമണത്തിൽ ആൾ മരിച്ചപ്പോൾ പോലീസും ഫോറസ്റ്റുകാരുമായി ഉണ്ടായ വലിയ വാഗ്വാദവും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടതും അർദ്ധരാത്രി വലിച്ചിഴച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയതും പിന്നീട് കോടതിയിൽ കയറി ഷിയാസിനെ അറസ്റ്റ് ചെയ്യാനുമുണ്ടായ ശ്രമവും അതിനെ മാത്യു കുഴൽനാടൻ പ്രതിരോധിച്ചതും അതിനെ തുടർന്ന് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായ കോലാഹലങ്ങളും അതുപോലെ തന്നെ KSU നേതാവിന് മർദ്ദനമേറ്റപ്പോൾ അതിനെതിരെ ഷിയാസിൻ്റെ പോരാട്ടവും ജോജു ജോർജുമായി ബന്ധപ്പെട്ട സംഘർഷ വിവാദവും അതിലൊക്കെ ഉപരി കടുത്ത കോൺഗ്രസ്സുകാരനായ അദ്ദേഹം എറണാകുളം ജില്ലയിലെ DCC പ്രസിഡന്റ് എന്ന രീതിയിൽ ഉണ്ടാക്കിയ സംഘടനാ പ്രവർത്തന ചലനങ്ങളും വളർച്ചയും ഒക്കെ CPM ഗുണ്ടാരാഷ്ട്രീയത്തിന് തക്ക മറുപടിയായി അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന നയത്തോടെ തെല്ലും പരിഭ്രമിക്കാതെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി കൂടെ നിർത്തുന്ന പ്രവർത്തന ശൈലി യുവജനങ്ങളുടെ ഇടയിൽ പൂർണ്ണ സ്വീകാര്യനാക്കി മാറ്റി. അതുമാത്രമല്ല, സാമുദായികമായി നോക്കിയാലും അനുകൂലമായ മണ്ഡലമാണ് കളമശ്ശേരി കോൺഗ്രസിന്. ഇത്രയും ശക്തനായ ഒരു നേതാവിനെ കോൺഗ്രസ് സുപ്രധാനമായ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം നൽകുമ്പോൾ അവിടെ UDF തരംഗമാണെങ്കിലും കോൺഗ്രസിൻ്റെ അഭിമാന മത്സരത്തിന് ഇവിടെ വിജയത്തെക്കാൾ ഉപരി വർദ്ധിച്ചു വന്ന UDF തരംഗത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടിയാവും. UDF-ന് നിലവിൽ കളമശ്ശേരി സീറ്റ് ലീഗിൻ്റേതാണ്. ഉഭയകക്ഷി ചർച്ചാവേളയിൽ ഷിയാസിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രധാന ചർച്ചാ വിഷയമായതാണ്. കളമശ്ശേരിക്ക് പകരം കോൺഗ്രസ് മുസ്ലിം ലീഗിന് ജില്ലയിലെ മറ്റൊരു സീറ്റായിരിക്കും വിട്ടു നൽകുക. അത്
ലീഗിന് സ്വീകാര്യമാണെങ്കിൽ ഷിയാസ് കളമശ്ശേരിയിൽ തന്നെ തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കും. ലീഗ് എന്ത് തീരുമാനമെടുക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഇന്ന് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ്. നമുക്ക് അതിനായി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.